യൂണിവേഴ്സിലെ ഏറ്റവും വലിയ നക്ഷത്രം സൂര്യനാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ അതെന്തുകൊണ്ടാ? പറയുന്നുണ്ടോ? ആ അങ്ങനെയാണ് പല വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പറയുന്നത്. സൺ ഇസ് ദ മോസ്റ്റ് ബിഗ് ഇൻ യൂണിവേഴ്സ്. നമ്മൾക്ക് അറിയുന്ന യൂണിവേഴ്സിൽ ഇന്ന് മെഷർ ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം സൂര്യൻ എന്ന് പറയുന്നതിനേക്കാളും സൂര്യന് ചുറ്റുമുള്ള കുറേ ഗ്രഹങ്ങൾ, സൂര്യൻ എന്നല്ലല്ലോ നമ്മൾ സാധാരണ പറയാറ്, സൗരമണ്ഡലം എന്നാണ് പറയുക. സൂര്യനും അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും ഭൂമിയും ചന്ദ്രനും ഇങ്ങനെയൊക്കെ കൂടി നിൽക്കുന്ന എല്ലാം കൂടിയാണ് നമ്മൾ പുറത്തു നിന്ന് കാണുക. യൂണിവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ കുറെ നക്ഷത്രങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ഇല്ല എന്നാണ് നമ്മുടെ അറിവ്. ഓക്കെ, ഇതാണ് മെജോറിസ്ന്നോ സ്കൂട്ടിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നക്ഷത്രങ്ങളുണ്ട് സൂര്യനേക്കാളും വലുതായിട്ട്. കുറേ സൂപ്പർ ജെറ്റ് നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയാം. സൂര്യനേക്കാളും വലുതായിട്ടുള്ള കുറേ നക്ഷത്രങ്ങൾ കുറേ ദൂരെ, ലൈറ്റ് ഇയേഴ്സ് അകലെ ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റുന്ന സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രം മാത്രമല്ല, ഒരു സ്റ്റാർ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള സൗരമണ്ഡലം എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി ഇത്ര വലുത് നമ്മൾ അറിവിൽ ഇത്ര അടുത്തൊന്നും ഇല്ല എന്നർത്ഥം. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം സൂര്യൻ എന്ന് പറയുന്നതിൻ്റെ ഡയമീറ്റർ തന്നെ 14 ലക്ഷം കിലോമീറ്റർ ആണ്. അത് കോർ എന്ന് പറയുന്നതല്ല, മനസ്സിലാവുണ്ടോ? അതിനേക്കാളും 1000 മടങ്ങ് വലുതാണ് ഈ സ്കൂട്ടി എന്നൊക്കെ പറയുന്നതെന്നാ പറയണം. അപ്പൊ സൂര്യനാണ് വലുതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളിൽ കുറേ ദൂരെയുള്ള ഇന്ന് മെഷർ ചെയ്തിട്ടുള്ള സൂര്യനേക്കാളും വലുത് മടങ്ങുകൾ, 1000 മടങ്ങുകൾ, 500 മടങ്ങുകൾ, 100 മടങ്ങുകൾ വലിപ്പമുള്ള കുറേ ഉണ്ടെന്നർത്ഥം. പക്ഷെ നമ്മുടെ പോലെ ഒരു പ്രപഞ്ചം എന്ന് പറയുന്ന വേറൊരു പ്രപഞ്ചം നമ്മുടെ അറിവിലൊന്നും അടുത്തൊന്നും ഇല്ല. അടുത്ത ചോദ്യം, യൂണിവേഴ്സിലെ ശരിക്കും എത്ര ഗാലക്സീസ് ഉണ്ട്? ഈ നാസയും അമേരിക്കയുടെയാണ് നാസ, യൂറോപ്പിൻ്റെയാണ് ഇസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഒരു എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 200 ബില്യൺ എന്നൊക്കെയാ പറയാം. ഓക്കെ, അല്ലെങ്കിൽ 2 ട്രില്യൺ ഗാലക്സികൾ ഉണ്ടെന്ന് പറയും. അത്രയും കൂടുതൽ ഉണ്ടാവാം എന്നേ പറയാൻ പറ്റുള്ളൂ. അതില് ഹൈ റെസല്യൂഷനുള്ള ദൂരദർശിനികൾ, ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് കാണാവുന്നത് മാത്രം ഇത്രയൊക്കെയാണെന്നാ പറയാ. അപ്പൊ അതിനപ്പുറത്ത് മനുഷ്യന് കാണാൻ പറ്റാത്ത ഒരു പ്രപഞ്ചമുണ്ടോ, ഒരു സ്പേസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം കുറേ ഗാലക്സികളും ഈ യൂണിവേഴ്സിൽ തന്നെ കുറേ ഗാലക്സികൾ, അതുപോലെ കുറേ യൂണിവേഴ്സുകൾ, അതിൽ കുറേ ഗാലക്സികൾ, ഇതൊന്നും തരംതിരിച്ചൊരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് സർവേ നമ്പർ കൊടുത്ത പോലെ ഒന്നും അല്ലല്ലോ. ഇതൊക്കെ ലൈവും മൂവിങ്ങും ആണ്. കുറേ ഉണ്ടാവും. അൺഇമാജിനബിളി ഇൻഫിനിറ്റ് എന്നൊക്കെ പറയാം. ഇത്രയും ഉണ്ടാവും. നമ്മുടെ മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത് തന്നെ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടാവും എന്നറിയോ? 100 ബില്യൺ നക്ഷത്രങ്ങൾ. ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര സീറോ? 9 സീറോസ് ആണ്. ഇപ്പൊ കോടാനുകോടിക്കണക്കിന് നക്ഷത്രങ്ങൾ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെയുണ്ട്. അപ്പൊ ഓരോ ഗാലക്സിയിലും കോടിക്കണക്കിന് ഉണ്ടാവില്ലേ? അതിലെത്രയോ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അതിന് ചുറ്റും. ഒന്നും പറയാൻ പറ്റില്ല.
ഇൻഫിനിറ്റ്, എണ്ണാൻ പറ്റാത്തത്രയുണ്ടാവും. ആ, നക്ഷത്രങ്ങളാണ് ഗ്രഹങ്ങളെക്കാളും അഥവാ സൗരയൂഥത്തിലെ സൂര്യനേക്കാളും മുന്നേ ഉണ്ടായതെന്ന് പറയുന്നുണ്ടല്ലോ. ഈ നക്ഷത്രങ്ങളിൽ ഒന്നാണ് സൂര്യൻ. അപ്പൊ നക്ഷത്രങ്ങളെക്കാളും അല്ലെങ്കിൽ സൂര്യനേക്കാളും മുമ്പ് നക്ഷത്രം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? സ്റ്റാർ ഈസ് ഈക്വൽ ടു സൺ, സൺ ഈസ് വൺ ഓഫ് ദ സ്റ്റാർസ്. അപ്പൊ ഗ്രഹങ്ങളെക്കാളും മുമ്പ് ഉണ്ടായിരുന്നിട്ടുള്ളത് സ്റ്റാർ ആണ്, നക്ഷത്രങ്ങളാണ് എന്നൊക്കെ പറയാം. പക്ഷെ നക്ഷത്രങ്ങളെക്കാളും മുമ്പാണ് സൂര്യൻ, സൂര്യനേക്കാളും മുമ്പാണ് നക്ഷത്രം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാ പറയാം. അപ്പൊ ആദ്യം നക്ഷത്രങ്ങൾ ഉണ്ടായി, അതിലൊരു നക്ഷത്രമാണ് സൂര്യൻ. ഓക്കെ, അതിൽ നിന്ന് ഗ്രഹങ്ങൾ ഉണ്ടായി, ആ ഗ്രഹങ്ങളിൽ നിന്ന് പിന്നെ ഉപഗ്രഹങ്ങൾ ഉണ്ടായി, ചന്ദ്രന്മാരുണ്ടായി എന്ന് പറയാം. ഓക്കെ, അപ്പൊ പ്ലാനറ്ററി സിസ്റ്റം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം സ്റ്റാറുകൾ, അതിനുശേഷം പ്ലാനറ്റുകൾ, പ്ലാനറ്റിന് ശേഷം സാറ്റലൈറ്റുകൾ, അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. ഈ സ്റ്റാറുകൾ ഉണ്ടായത് ഇപ്പൊ ഭൂമിയുടെ ഉത്ഭവത്തിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബിഗ് ബാങ് തിയറിയും ഈ നെബുല ക്ലൗഡ് എന്നൊക്കെ ടേംസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം സ്റ്റാർസ് ഒക്കെ ഉണ്ടായത് അങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ കൊണ്ടാണ്. ഈ സൂര്യനും ഭൂമിയും ഉണ്ടായത് തന്നെ ഏകദേശം ഒരു 5 ബില്യൺ ഇയേഴ്സ് മുമ്പാന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ 13 ബില്യൺ ഇയേഴ്സ് പഴയ ഒരു സംഭവമാണ്. അപ്പോൾ അതില് ഉണ്ടായിട്ടുള്ള ഓരോ സ്ഫോടനങ്ങള്, ഒരു ബിഗ് ബാങ് തിയറി, ഒരു വിസ്ഫോടനം, ഒരു മാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പ്ലാനറ്റ് ഉണ്ടായതിന് ശേഷമാണ് സാറ്റലൈറ്റ് രണ്ടും കൂടെ ഉണ്ടായാലും മതി. ഇതൊക്കെ ചിതറിക്കിടക്കുന്ന ചില വസ്തുക്കളാണ്. അങ്ങനെ അതിനെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സമയത്ത് ഒരു ഖരമായിട്ട് കാണുന്നതിന് നമ്മൾ പ്ലാനറ്റ് എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ 9 പ്ലാനറ്റിൽ ഒരു പ്ലാനറ്റിനെ ഒഴിവാക്കുകയൊക്കെ ചെയ്തത്. കാരണം അത് ഒരു പ്ലാനറ്റ് ആണ്, ഒരു ഘനമുള്ള സാധനം എന്നൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായത് അത് കുറേ പൊടിപടലങ്ങളുടെ ഒരു കൂട്ടാണ്. കാരണം അന്നുണ്ടായിരുന്ന ടെലിസ്കോപ്പ് കൊണ്ട് കാണാൻ പറ്റുന്നതാണ് അന്ന് കണ്ടത്. കുറച്ച് കഴിയുമ്പോഴാണ് അതിനേക്കാളും നല്ല ടെലിസ്കോപ്പ് കിട്ടിയപ്പോൾ അതല്ല എന്ന് മനസ്സിലായത്. അങ്ങനെയൊക്കെ ഉണ്ടാവാം.